രാഹുൽ ഈശ്വർ ഹിന്ദു അല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ബ്ലൈൻഡായി ഹിന്ദുത്വത്തെ എതിർക്കുന്നത് എന്ന് ഒരു ക്രിസ്ത്യൻ സഹോദരൻ, അദ്ദേഹം ഡോക്ടറാണ്, ദുബായ് റേഞ്ചിൽ ഉള്ള വ്യക്തിയാണ്, അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇതിൽ ബീപ്പ് ചെയ്യുന്നുണ്ട്, കാര്യം വേറൊന്നും കൊണ്ടല്ല, അതൊരു ഐഡന്റിറ്റി ഉള്ള കാര്യം, അദ്ദേഹം അത് കംഫർട്ടബിൾ ആണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ്. അപ്പോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഹിന്ദുത്വത്തിന് എതിര് എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഹിന്ദുത്വത്തിന് എതിരുടെ കാര്യം ഈ തീവ്ര ഹിന്ദുത്വമാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊല്ലുന്നത്. തീവ്ര ഹിന്ദുത്വമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും എതിർ രാഷ്ട്രീയ അഭിപ്രായങ്ങളുള്ളവരെയും എല്ലാം എതിർക്കുന്ന തീവ്ര ഹിന്ദുത്വം നമ്മുടെ നാടിന്, ഇന്ത്യയുടെ ബാധിച്ച ക്യാൻസറാണ്. തീവ്ര ഹിന്ദുത്വം, തീവ്ര ഇസ്ലാമിസം, തീവ്ര ക്രിസ്ത്യൻ മതപരിവർത്തനവാദം, ഇതെല്ലാം നമ്മുടെ നാടിന് അപകടകരമായ കാര്യങ്ങളാണ്. നല്ല ഹിന്ദു ആയതുകൊണ്ടാണ് ഈ തീവ്ര ഹിന്ദുത്വത്തെ എതിർക്കുന്നത്. അപ്പോൾ അദ്ദേഹം, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ വ്യത്യസ്ത വീഡിയോ കണ്ടിട്ട് വിളിച്ചതാണ്. അപ്പൊ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, അദ്ദേഹം ഡോക്ടറാണ്, ക്രിസ്ത്യാനിയാണ്, നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വിളിക്കുകയാണ്, ദുബായ് റാസൽ ഖൈമ എന്തോആണ് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കോൺവെർസേഷൻ കേട്ടിരിക്കേണ്ടതാണ്. എന്താണ് ഹിന്ദുത്വം, എന്താണ് ഹിന്ദു, തീവ്ര ഹിന്ദുത്വം എന്തുകൊണ്ട് തെറ്റാണ്, ഈ കോൺവെർസേഷനിലൂടെ മനസ്സിലാവും. രാഹുൽ ഈശ്വറാണോ? ഗുഡ് ഈവനിങ് സാർ, പറയണം സാർ. എന്റെ പേര് ഡോക്ടർ റജി എന്നാണ്. ഞാൻ UAE എന്നാണ് വിളിക്കുന്നത്. പറയണം സാർ. ഞാൻ 2 മിനിറ്റ് സംസാരിച്ചോട്ടെ? എത്ര മിനിറ്റ് വേണമെങ്കിൽ സംസാരിക്കാം സാർ, പ്ലീസ്. ഞാൻ താങ്കളുടെ പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ കാണാറുണ്ട്. ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഈ കന്യാസ്ത്രീകളുടെ ഇതിനെപ്പറ്റി ഒരെണ്ണം ഇട്ടത് കണ്ടു. അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കുന്നതിനകത്ത് വിരോധമില്ലല്ലോ? ഒരു വിരോധമില്ല. രാഹുൽ ഈശ്വർ ഹിന്ദു അല്ലേ? അതെ. ഇത്രയും ബ്ലൈൻഡ് ആയിട്ട് ഈ ഹിന്ദുത്വത്തിന് എതിരായിട്ട് വന്നേക്കുന്നതിന്റെ റീസൺ എന്നാ? കാര്യം ഹിന്ദുത്വം ഹിന്ദു അല്ല സാർ. ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദ ഹിന്ദുയിസമാണ്. അതായത് ഹിന്ദുത്വം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പോലെ പൊളിറ്റിക്കൽ ഹിന്ദുയിസമാണ്. അതായത് ഇസ്ലാമിസം എന്ന് നമ്മൾ പറയുമല്ലോ, അതേപോലെ ഹിന്ദുക്കളിലെ പൊളിറ്റിക്കൽ സാധനമാണ് പൊളിറ്റിക്കൽ ഹിന്ദുത്വം. ഇപ്പം ഗാന്ധിജിയോ വിവേകാനന്ദരോ ഒന്നും ഹിന്ദുത്വവാദികളായിരുന്നില്ല, അവർ ഹിന്ദുക്കളായിരുന്നു. അപ്പൊ ഹിന്ദുത്വം വേറെ, ഹിന്ദു വേറെ, ഇസ്ലാമിസം വേറെ, ഇസ്ലാം വേറെ. ഇപ്പൊ നമ്മുടെ വീര സവർക്കർജിയാണ് ഈ ഹിന്ദുത്വം കൊണ്ടുവന്നത്. അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു, ട്രഡീഷണൽ നമ്മുടെ വിശ്വാസ സമ്പ്രദായങ്ങളൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹത്തെ എനിക്ക് ബഹുമാനമാണ്, പക്ഷെ അത് രാഷ്ട്രീയ ഹിന്ദുത്വമാണ്, അതിന് ആത്മീയതയുമായിട്ട് ബന്ധമൊന്നുമില്ല. ഗോഡ്സെ അങ്ങനെ ഒരു തീവ്ര ഹിന്ദുത്വവാദിയായിരുന്നു. ഗോഡ്സെ എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്ന വ്യക്തി ഇതേപോലെ തീവ്ര ഹിന്ദുത്വവാദിയായിരുന്നു. അപ്പോ ഗാന്ധിജിയോ വിവേകാനന്ദനോ ഒന്നും, അല്ലെങ്കിൽ നമ്മുടെ സന്യാസിമാരോ, ഇവരാരും ഹിന്ദുത്വത്തിന്റെ ആൾക്കാരല്ല. ഇപ്പൊ നമ്മുടെ വീര സവർക്കർ പോലുമേ ഈശ്വരവിശ്വാസിയൊന്നും ആയിരുന്നില്ല. നമ്മുടെ ഈശ്വരവിശ്വാസം, അമ്പലമോ, ആചാരം, ആത്മീയത, സന്യാസം, ഇത്തരം കാര്യങ്ങൾക്കൊന്നും വീര സവർക്കർക്ക് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. അത് വേണമെന്നല്ല, പക്ഷെ അങ്ങനെ ഒരു വിശ്വാസിയെ ആയിരുന്നില്ല അദ്ദേഹം. ഹിന്ദുത്വം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഹിന്ദുയിസമാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം നമ്മൾ പറയുമല്ലോ, അതേപോലെ പൊളിറ്റിക്കൽ ഹിന്ദുവാണ് ഹിന്ദുത്വം, പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ഇസ്ലാമിസം. ഓക്കെ, ഞാൻ സർപ്രൈസ് ആയിപ്പോയി താങ്കളുടെ ഈ ഇത് കണ്ടപ്പോ, അതുകൊണ്ട് ഞാൻ വിളിച്ചതാണ്. നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി ഒക്കെ വളരെ നന്മയോടെയുള്ള നിലപാടാണ് അതിലെടുത്തതേ. രാജീവ് ചന്ദ്രശേഖർജി ഒക്കെ യഥാർത്ഥത്തിൽ ഇപ്പോ അങ്ങ് കണ്ടു കാണും, നമ്മുടെ ശശികല ടീച്ചറൊക്കെ അതിശക്തമായി കന്യാസ്ത്രീമാരെ എതിർക്കുകയാണ്. കേരളത്തിലുള്ള ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെ അന്വേഷണം വേണമെന്നൊക്കെ അവർ ആവശ്യപ്പെടുന്നത്. ഞാൻ കണ്ടു, ഞാനതൊക്കെ കണ്ടു. ഞാൻ ആക്ച്വലി ക്രിസ്ത്യൻ ആണ്, പക്ഷെ ഞാൻ ഒത്തിരി നാള് ഈ തിരുവല്ല സൈഡിലായിരുന്നു. എന്റെ വീട് അങ്ങ് തിരുവല്ല. ഓക്കെ, ഞാൻ അവിടെ മെഡിക്കൽ മിഷൻ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിലായിരുന്നു. ഓക്കെ, ഞാൻ ഫിസിഷ്യനാണ്, കൺസൾട്ടന്റ് ഫിസിഷ്യനാണ്. എനിക്ക് 2-3 ഡിഗ്രി ഒക്കെ ഉള്ള. ഞാനിപ്പോ ഇവിടെ ഈ റാസൽ ഖൈമ എന്ന് പറയുന്ന സ്ഥലം അറിയോ? UAE. ഞാനിവിടെ ഒരു മെഡിക്കൽ സെന്റർ നടത്തുക. ഇവിടെ ഞാൻ നേരത്തെ ഇവിടുത്തെ ഇന്ത്യൻ അസോസിയേഷന്റെ റാസൽ ഖൈമയിലെ പ്രസിഡന്റ് ആയിരുന്നു ഇവിടുത്തെ നേരത്തെ. അപ്പൊ ഞാനിങ്ങനെ താങ്കളെ പരിചയപ്പെടും, താങ്കളുടെ ഒത്തിരി ഇതൊക്കെ ഞാൻ നാട്ടിൽ വെച്ചും ഇവിടെ വെച്ചും കണ്ടിട്ടുണ്ട്. എന്റെ മുത്തശ്ശൻ മെഡിക്കൽ മിഷനിലായിരുന്നു. മീൻസ് മുത്തശ്ശന്റെ അവസാന അനാരോഗ്യമൊക്കെ വന്നപ്പോഴേ മെഡിക്കൽ മിഷനിലായിരുന്നു കുറച്ചധികം കാലം കിടന്നത്. അപ്പൊ എന്റെ പൊസിഷൻ സാർ, ഒരു ഗാന്ധിജി, വിവേകാനന്ദൻ, അല്ലെങ്കിൽ നമ്മുടെ വാജ്പേയിജി, അങ്ങനത്തെ ഒക്കെ ഉള്ളവരുടെ ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ലൈൻ, അത് ഏത് പാർട്ടി ആണെങ്കിലും, കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർജിയുടെ ലൈൻ നല്ലതാ, പക്ഷെ പുള്ളിയെ തന്നെ ശക്തമായിട്ട് ആക്രമിക്കുകയാണ് ഇപ്പോ, പുള്ളിയെ തന്നെ. നമ്മളിപ്പം അല്ല, ഞാനീ പറയാൻ വന്നത്, ഞാനൊരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മളിപ്പം നമ്മുടെ മുന്നിൽ വരുന്ന ഒരു പേഷ്യന്റിനെ ഒരിക്കലും ഹിന്ദു ആണോ, മുസ്ലിം ആണോ, ക്രിസ്ത്യൻ ആണോ എന്നൊന്നും നമ്മൾ നോക്കത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ ഫിസിഷ്യൻസ് ഒക്കെ പറയുമ്പോൾ ഞങ്ങൾ ഈ ICUവിന്റെ അതൊക്കെ ഒത്തിരി എന്താ പറയുന്ന പടം ഒരുങ്ങുന്നവരാ. മരിക്കാൻ വരുന്ന ഒരു പേഷ്യന്റ് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് നമ്മൾ ഈ റിലീജിയൻ എന്ന് പറയുന്നത്, നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് ആരാണെങ്കിലും എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ള.
അല്ലേ? അപ്പൊ ഞാൻ റിയലി സർപ്രൈസ്. ഇപ്പം എനിക്കിപ്പോ 10-60 വയസ്സ് കൂടുതലുള്ള ഞാൻ വിചാരിക്കുന്നത് എന്റെ ഈ കൊച്ചുനാളിലൊന്നും നമ്മളിപ്പം ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും എല്ലാം വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുക. അവിടെ റിലീജിയൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലായിരുന്നു. വി ആർ മിംഗ്ലിംഗ് വിത്ത് എവ്രി വൺ. പന്ത് കളിക്കുന്ന വഴക്കുണ്ടാക്കിയാൽ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഇണങ്ങും. പക്ഷെ ഇപ്പൊ ഈ കേരളത്തിന് വന്നേക്കുന്ന ഈ മാറ്റം ഞാൻ കാണുന്നത്, ഈ ആൾക്കാർ ഈ പ്രത്യേകിച്ച് പൊളിറ്റീഷ്യൻസ് അവർ ഈ എന്താ പറയുന്നത് ഈ ഭരണം പിടിക്കാൻ ഇതിനു വേണ്ടി ആൾക്കാരെ മുഴുവൻ ആക്ച്വലി ഇല്ലായ്മ. അത് ഇവിടെ മാത്രമല്ലല്ലോ, നമ്മള് USA നോക്കുകയാണെങ്കിൽ ട്രംപ് കാണിക്കുന്നില്ല, അയാൾക്ക് അവിടുത്തുകാർ മാത്രം മതി. അങ്ങനെ പ്രശ്നം നേരത്തെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ എനിക്ക് തോന്നുന്നു ഈ തിന്മയിലേക്ക് തിരിഞ്ഞോണ്ടിരിക്കുന്ന ഒരു ഇതാ. ഞാനിപ്പം താങ്കളുടെ ഇതൊക്കെ കണ്ടിട്ട് ഞാനൊന്ന് വിളിച്ചതല്ലേ. രാഹുലിന്റെ വീട് എവിടെ കേട്ടോ? ഞാൻ തിരുവനന്തപുരത്താ സാർ. ഞാൻ തിരുവനന്തപുരത്താ. ഞാൻ സാറിന്റെ കാഴ്ചപ്പാടിലൂടെ കൗതുകമുള്ളൊരു കാര്യം പറയട്ടെ, ഒരുപക്ഷെ അങ്ങേക്കും താല്പര്യമുള്ളതായിരിക്കും. നമ്മുടെ ഇന്ത്യയുടെ കൊടി ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മുടെ ത്രിവർണ്ണ പതാക. ആ ഇന്ത്യയുടെ കൊടിയുടെ അർത്ഥമെന്ന് മഹാത്മാഗാന്ധി എഴുതി വച്ചിരിക്കുന്നത് മേളിലെ കാവി കുങ്കുമ നിറം ഹിന്ദുക്കൾക്ക്, വെള്ള ക്രിസ്ത്യാനികൾക്ക്, പച്ച മുസ്ലിങ്ങൾക്ക് എന്നാണ്. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാക പോലും അങ്ങനെ ഒരു മതസൗഹാർദ്ദത്തിന്റെ രീതിയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾക്കെല്ലാം വ്യത്യസ്തതകളുണ്ട്, ആ വ്യത്യസ്തതകളിൽ നമ്മൾ ഐക്യം കണ്ടെത്തണം. ഈ രീതിയിലാണ് സാർ ഇപ്പൊ എന്നോട് ചോദിച്ചതേ എന്താ ഹിന്ദുത്വത്തോട് എതിർപ്പെന്ന് പറഞ്ഞാൽ ഹിന്ദുവും ടോട്ടലി. ഇപ്പൊ ശശി തരൂർ സാർ നല്ലൊരു ഹിന്ദുവാണ്. ശ്രീ സുരേഷ് ഗോപി നല്ലൊരു ഹിന്ദുവാണ്. അദ്ദേഹം ഒന്നും ഒരിക്കലും മുസ്ലിം ക്രിസ്ത്യൻ വിരോധം പറയാറില്ല. സാർ ശ്രദ്ധിച്ചാണ് ഇവരാരും. പക്ഷെ നമ്മുടെ നാട്ടില് ശശികല ടീച്ചർ ആകട്ടെ, ടീച്ചറോട് ബഹുമാനക്കുറവൊന്നുമില്ല, ശശികല ടീച്ചർ ആകട്ടെ, അങ്ങനെ പലരും ഇപ്പൊ മദർ തെരേസ മതം മാറ്റാൻ വന്ന കാട്ടുകള്ളിയാണ് എന്നൊക്കെ വിളിക്കുന്ന അങ്ങനത്തെ പല വീഡിയോസും കാണാം. നമ്മൾ മദർ തെരേസയെ ലോകാരാധ്യയായിട്ടാണ് കാണുന്നത് സാധാരണ ഇന്ത്യക്കാര്. ഭാരതരത്നയാണ്, നോബൽ സമ്മാനം. രാഹുൽ ഞാൻ ചോദിക്കുന്നത് ഈ ശശികല ടീച്ചർ ഒരു എഡ്യൂക്കേറ്റഡ് ലേഡി അല്ലേ? പുള്ളിക്കാരി എന്താ ഇങ്ങനെ ആകുന്നത്? അല്ല ആണ് ശശികല ടീച്ചർ ശശികല ടീച്ചർ മുസ്ലിം ഭൂരിപക്ഷം ഉള്ള ഒരു സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ടീച്ചറാണ്. അതിനൊരു റീസണും പറയാം. ഞാൻ അങ്ങേക്ക് പെട്ടെന്ന് താല്പര്യം തോന്നുന്ന ഒറ്റ വരിയിലുള്ള റീസൺ പറയാം. അതായത് ഞങ്ങൾ ഹിന്ദുക്കളുടെ 5000 വർഷങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ ഒരു ചോദ്യത്തിൽ പറയാം. ആഴ്ചയിൽ എല്ലാ ദിവസവും എല്ലാ ദിവസവും നമുക്ക് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോവാം നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച്. പക്ഷെ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഏത് ദിവസമാണ് പള്ളിയിൽ പോകുന്നത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്, പരസ്പരം സഹായിക്കുന്നത് ഒക്കെ ഏത് ദിവസമാണ് സാറൊക്കെ പള്ളിയിൽ പോണേ? ഞായറാഴ്ച. ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ പള്ളിയിൽ ഒത്തുകൂടുന്നത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്? ആഴ്ചയിൽ ഏത് ദിവസമാണ് അങ്ങയുടെ ഹിന്ദു സഹോദരങ്ങൾ ഇതേപോലെ ഒരുമിച്ച് അമ്പലത്തിൽ ഒത്തുകൂടുന്നത്, പ്രാർത്ഥിക്കുന്നത്, പ്രവർത്തിക്കുന്നത്? ഏത് ദിവസമാണ്? അവർക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ ദിവസം ഉണ്ടോ? ഇല്ല, ഒരു ദിവസം പോകില്ല. അതാണ് ഞങ്ങൾക്ക് എന്താ പറ്റുക എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു ദിവസമോ സമയമോ ഇടമോ സ്പേസോ ഇല്ല. അതായത് ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഞായറാഴ്ച രാവിലെയും മുസ്ലിം സഹോദരങ്ങൾക്ക് വെള്ളിയാഴ്ച ഉച്ചയ്ക്കും ഒത്തുകൂടുന്ന ഒരു സത്സംഗമാണ് എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ ഹിന്ദുക്കൾക്കൊരു ശനിയാഴ്ച ദിവസമോ സമയമോ അങ്ങനെ ഒത്തുകൂടാനും പരസ്പരം സഹായിക്കാനും ഒന്നുള്ള ഒരു ഇടമില്ല. അപ്പൊ ഞങ്ങൾക്ക് എപ്പോഴും അപ്പുറത്ത് ആരെങ്കിലും ശത്രുക്കളുണ്ടെന്ന് പറയണം. വിഘടിച്ച് കിടക്കുന്ന ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ, നായരെയും ഈഴവനെയും പുലയനെയും ബ്രാഹ്മണനെയും ഒരുമിപ്പിക്കാൻ എപ്പോഴും അപ്പുറത്തൊരു ശത്രു ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇടയിലെ തീവ്ര സ്വരക്കാർ ആളെ കൂട്ടുകയാണ്. അതാണ് കന്യാസ്ത്രീമാർ നമ്മുടെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു, അതാണ് നമ്മുടെ മുസ്ലിങ്ങൾ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു. ഇതെല്ലാം പറയുന്നതിന്റെ പിന്നിലുള്ള താല്പര്യം ഒരു ശത്രു ഉണ്ടെന്ന തെറ്റിദ്ധാരണയുണ്ടാക്കി ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ നോക്കുക. ഇതെല്ലാം കള്ളവാ. ഇത് നമുക്ക് അറിയുന്ന രീതിയിൽ തന്നെ കള്ളവാ. ഇപ്പം കന്യാസ്ത്രീമാരുടെ കാര്യത്തിൽ കണ്ടോന്നറിയില്ല, എന്തൊക്കെ കള്ളത്തരങ്ങളെ ഈ പെൺകുട്ടികളെ ജ്യോതി ശർമ്മ എന്ന് പറഞ്ഞ സ്ത്രീ ഈ ക്രിസ്ത്യൻ പെൺകുട്ടികളെ, ആദിവാസി ക്രിസ്ത്യൻ പെൺകുട്ടികളെ റേപ്പ് ചെയ്യുമെന്നും അടിക്കുമെന്നും പറഞ്ഞാണ് കന്യാസ്ത്രീമാർക്കെതിരെ വ്യാജ പരാതി എഴുതി കൊടുക്കുന്നത്. ഇതിന്റെ കാര്യം എപ്പോഴും അപ്പുറത്തൊരു ശത്രു വേണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഹിന്ദുക്കൾക്ക് പലപ്പോഴും ഒരു അർത്ഥം തോന്നില്ല, യൂണിറ്റി തോന്നില്ല. അങ്ങനെ അപ്പുറത്തൊരു ശത്രു ഉണ്ടെന്ന് കാണിച്ച് ഞങ്ങളുടെ ഇടയിൽ നായരുണ്ട്, ഈഴവരുണ്ട്, ധീവരരുണ്ട്, വെള്ളാളൻ, ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഇവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി മറുഭാഗത്ത് ക്രിസ്ത്യാനികൾ പെൺകുട്ടികളെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി മതപരിവർത്തനം ചെയ്തു, മുസ്ലിങ്ങൾ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകും. ഇങ്ങനെ കള്ളം പറഞ്ഞ് ഞങ്ങളെ ഒന്നിപ്പിക്കാനുള്ളൊരു വളഞ്ഞ വഴി നോക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്.
അപ്പം ഞാനൊക്കെ പരിഹരിക്കുന്ന ഒറ്റ വരിയിൽ ആ പരിഹാരവും കൂടെ പറയാം. അങ്ങ് അത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വളർന്നതിന്റെ കോണ്ടെക്സ്റ്റിൽ അങ്ങേക്കത് പെട്ടെന്ന് കത്തുകയും ചെയ്യും. ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച പോലെ മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച പോലെ ഞങ്ങൾ ഹിന്ദുക്കൾക്ക് ഒരു ശനിയാഴ്ച സത്സംഗം ഉണ്ടാകുകയും ഞങ്ങൾ ഭഗവത്ഗീതയും വേദങ്ങളും അമ്പലവും ഒക്കെ ഒന്ന് അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനെയും ചട്ടമ്പി സ്വാമിയും ഒക്കെ പഠിക്കുമ്പോഴേ നമുക്ക് ഈ പ്രശ്നം ഇല്ലാതാകും. ഇല്ലെങ്കിൽ എപ്പോഴും അപ്പുറത്ത് ആരെങ്കിലും ഞങ്ങളെ ആക്രമിക്കാൻ വരും. അതായത് പുലി വരുന്നേ എന്ന് പറഞ്ഞ് നമ്മൾ പേടിപ്പിക്കുമല്ലോ. ഇതേപോലെ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ ഞങ്ങളുടെ ആൾക്കാർ ഒരു പ്രൊപ്പഗാൻഡ ഉണ്ടാക്കുക. സാർ സിനിമകളൊക്കെ കാണാറുണ്ടോ? മലയാള സിനിമയൊക്കെ കാണാറുണ്ടോ? പിന്നെ എമ്പുരാൻ കണ്ടിരുന്നോ? കണ്ടു. ഈ പഴയ മണിച്ചിത്രത്താഴ് ഓർമ്മയുണ്ടോ? അതായത് ഈ മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയാണ് ഞങ്ങളുടെ ഇടയിലുള്ള തീവ്ര ഹിന്ദുത്വവാദി. അവർക്ക് യഥാർത്ഥത്തിൽ ഒരു പ്രശ്നവുമില്ല, പക്ഷെ ഇല്ലാത്ത പ്രശ്നങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണ്. ഇല്ലാത്ത പ്രശ്നങ്ങൾ പറഞ്ഞുണ്ടാക്കി നാഗവല്ലി ശരിക്കും ഒരു ബാധയാണ്. ഈ ബാധ എന്ന് പറഞ്ഞറിയാലോ, പൊസഷൻ എന്നൊക്കെ നമ്മൾ പറയും, ബാധ, പൊസഷൻ. അപ്പോൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ പറഞ്ഞുണ്ടാക്കി. ഇപ്പൊ നാഗവല്ലിയെ പോലെ തന്നെ നാഗവല്ലിക്ക് എന്താ ഭർത്താവിനോട് പ്രശ്നം? ഏതോ നൂറ്റാണ്ടില് ഏതോ ഒരാളോട് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ അതാണ് എന്ന് മനസ്സിൽ കണ്ട് ഇല്ലാത്ത പ്രശ്നത്തിൽ പ്രതികാരം ചോദിക്കാൻ ഇറങ്ങുക. നമ്മുടെ ഈ തീവ്ര ഹിന്ദുത്വവാദിയാണ് ഗാന്ധിജിയെ കൊല്ലുന്നത്. അതായത് മുസ്ലിം വിരോധം മൂത്ത് ഹിന്ദു സന്യാസിയായ മഹാത്മാഗാന്ധിയെ കൊല്ലാൻ തീരുമാനിക്കുന്നത് ഇതേ ഭ്രാന്താണ്. നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ മണിപ്പൂരിലൊക്കെ സാർ കണ്ടു കാണും, 237 ക്രിസ്ത്യൻ പള്ളികളാണ് കത്തിച്ചത്. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കാം. ഇപ്പം രാഹുൽ ഇങ്ങനെ ഇത്രയും പരസ്യമായിട്ടൊക്കെ ഇത് പറയുമ്പോൾ രാഹുലിന് പേടിയില്ല? നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ നിങ്ങൾക്കെതിരെ ഭീഷണികളൊന്നും വരത്തില്ല? ഇടയ്ക്ക് കുറച്ചു കാലം അങ്ങനെ എനിക്കുള്ള എന്നെ കാണുന്ന ക്രെഡിറ്റ് എന്താ അറിയോ സാർ? കേരളത്തിൽ ആദ്യമായിട്ട് ഐസിസിന്റെ ത്രെറ്റ് വന്ന വ്യക്തിയുള്ള ഒരാൾ ഞാനാണ്. സാർ ഗൂഗിൾ അടിച്ചു നോക്കി അറിയാം. അതായത് എറണാകുളത്ത് ഞാൻ പങ്കെടുക്കാൻ പോകുന്ന ഒരു പരിപാടിയിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ ത്രെറ്റ് വന്നു. എനിക്ക് തന്നെ അടുത്ത വർഷം തീവ്ര ഹിന്ദുത്വവാദികളുടെ ത്രെറ്റ് വന്ന് ഞാൻ തിരുവനന്തപുരം പോലീസ് കമ്മീഷണർ പരാതി കൊടുത്തു. എന്താ അറിയാം സാർ, നമ്മൾ പറയണ സത്യമാണെന്ന് ഉറപ്പിച്ചാൽ മതി. എനിക്ക് ഈ രണ്ട് ഭാഗത്തുനിന്നും, അതായത് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെയും തീവ്ര ഹിന്ദുത്വവാദികളുടെയും ത്രെറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണ സത്യമാണെന്ന് പറഞ്ഞാൽ, സാറിന് ഈ ശബരിമല പ്രക്ഷോഭം ഓർമ്മ കാണും. നമ്മുടെ സുപ്രീം കോടതിയുടെ 4-1 എന്ന് പറയുന്ന വിധിന്യായം വന്നിട്ടും എനിക്ക് ഉറപ്പായിരുന്നു ഞങ്ങൾ ജയിക്കുമെന്ന്. കാരണം ഞങ്ങൾ പറയുന്ന സത്യമാണ്. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ആ സത്യമാണ് ജയിക്കുന്നത്. അപ്പോ അത് സ്ട്രോങ് ആയി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ നമുക്ക് ഈ തീവ്ര ഹിന്ദുത്വവാദവും വേണ്ട, തീവ്ര ഇസ്ലാമിസവും വേണ്ട. ഇനിയും നമ്മുടെ പെന്തക്കോസ്റ്റിലെ ചില വിഭാഗങ്ങൾ ഈ തീവ്ര പരിവർത്തനവാദവും അമ്പലത്തിന്റെ ഫ്രണ്ടിൽ പോയി അമ്പലത്തെ കുറ്റം പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതും തെറ്റാണ്. എനിക്ക് തോന്നുന്നില്ല നല്ലൊരു ക്രിസ്ത്യാനി, അതും തെറ്റാണ്. ഒരു ക്രിസ്ത്യാനി പോലും അതിനെ അംഗീകരിക്കുമെന്ന്. കാരണം ഞങ്ങളൊക്കെ ക്രിസ്ത്യൻ സ്കൂൾസിലാണ് പഠിച്ചത്. എന്റെ മോൻ ഇപ്പൊ സെന്റ് തോമസിലാണ് പഠിക്കുന്നത്. ഞാൻ പഠിച്ച ക്രൈസ്തവരിലാണ്. എന്റെ അമ്മ പഠിച്ച ക്രിസ്ത്യൻ കോളേജിലാണ്, ചെങ്ങന്നൂര്. മുത്തശ്ശി ബാലികാമഠത്തിലാണ്. തിരുവല്ലയിലെ ബാലികാമഠം അറിയായിരിക്കുമല്ലോ പഴയ. ഞങ്ങളെല്ലാം പഠിച്ച ക്രിസ്തീയ സ്ഥാപനങ്ങളിലാണ്. ഇന്നേ വരെ ഞങ്ങളോട് ഹിന്ദു വിശ്വാസം മോശമെന്ന് ഒരു ക്രിസ്ത്യാനിയും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്ന ചില തീവ്ര പെന്തക്കോസ്റ്റിൽ തന്നെ ഉള്ള ഒരു തീവ്ര വിഭാഗം കാണും. ഇതേപോലെ തീവ്ര ഹിന്ദുത്വവാദികൾ കാണും, തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കാണും. നമുക്കൊരു ഗാന്ധി മാർഗം എന്നൊക്കെ പറയുന്ന ഒരു മധ്യമാർഗം അല്ലേ നല്ലത്? അതെ. അല്ല, ഞാൻ നിങ്ങളെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യും. ഞാൻ അതുകൊണ്ട് ഇതിന്റെ ഛത്തീസ്ഗഡിന്റെ കണ്ടപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോഴത് കണ്ടു. അന്നേരം ഞാൻ നിങ്ങളെ വിളിച്ചു. കാരണം എനിക്ക് രാഹുലിന്റെ നമ്പറില്ല. ഞാൻ ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ നിങ്ങളെ കാണുമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതെ സാർ, എപ്പോഴെങ്കിലും നാട്ടിൽ വരുമ്പോൾ വിളിക്കുക. ഞാനിതൊന്ന് ഡോക്യുമെന്റ് ചെയ്യാണ്. നാട്ടിൽ വരുമ്പോൾ വിളിക്കുക. അതോടൊപ്പം സാറിന് ഒരു കൗതുകം കൂടെ പറയാം. അങ്ങേക്ക് കൗതുകമുള്ളൊരു സാധനം ഉണ്ടാവും. ഇന്ത്യയില് ഏറ്റവും വലിയ യേശുക്രിസ്തുവിന്റെ ഫേസ് മ്യൂറൽ പെയിന്റിംഗ് എന്റെ വീട്ടിലാണ്. 140 സ്ക്വയർ ഫീറ്റ് ഉള്ള ഏറ്റവും വലിയ യേശുക്രിസ്തുവിന്റെ, അത് എനിക്ക് ജെനുവിൻലി യേശുക്രിസ്തുവിന്റെ പാത ഇഷ്ടമായോണ്ടും, അത്യാവശ്യം ഒരുപാട് ആഴത്തിലല്ല, അത്യാവശ്യം ബൈബിൾ അറിയാവുന്നൊരു വ്യക്തിയാണ് ഞാൻ. അത് പഠിച്ചത് ആ ആത്മീയ പാതയോടുള്ള താല്പര്യം കൊണ്ട്. നമ്മുടെ നാടിന്റെ ഒരു മഹത്വം അതാണല്ലോ. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന. ഞാൻ നമ്മുടെ പൗഡിക്കോണം, നമ്മുടെ ടെക്നോ പാർക്ക് ഒക്കെ അല്ലേ, ശ്രീകാര്യം ടെക്നോ പാർക്കിന്റെ ഒക്കെ അടുത്താ. സാർ വരുമ്പോ എന്തായാലും വിളിക്കും. ഞാനവിടെ മാർവേനിസ് കോളേജിലാണ് 5 വർഷം പഠിച്ചത്. ഓ ഗ്രേറ്റ്. പിന്നെ എന്റെ ഫാദറിന്റെ ബ്രദറൊക്കെ അവിടെ ഉണ്ട്. അവരുടെ ആ കൊട്ടക്കാട്ട് കൺവെൻഷൻ സെന്റർ ഉണ്ട്, അറിയാമോ? 4-5. എനിക്കറിയാം. സാർ അപ്പം വരുമ്പോ എന്തായാലും വിളിക്കുക. ഇതുപോലെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പറയുക. ഇപ്പൊ ഇതെന്റെ നമ്പർ ഒന്ന് സേവ് ചെയ്തോളാം. സാറിന് എനിക്കൊന്ന് വാട്സാപ്പിൽ ഒന്ന് ഹായ് എന്തെങ്കിലും ഇട്ടേക്കണേ പ്ലീസ്. ഞാൻ ഇട്ടേക്കാം. അപ്പൊ ഇത് എന്റെ പേര് ഡോക്ടർ റെജി എന്നാണ്.
സമയം സന്തോഷം. ഓക്കെ, യു എ വരികയാണെങ്കിൽ വിളിക്കണം എന്നെ. യു എയിലെങ്ങാനും വരുവാണ്. ഓക്കെ, ശരി ശരി ശരി. ഓക്കെ.